CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അധികാരം ആർക്കെതിരെയും ദുരുപയോഗം ചെയ്യാവുന്ന ഒന്നല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും മന്ത്രി. ചെർപ്പശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട്ടെ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്ന SDPI പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി N ഷംസുദ്ദീൻ. 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് താൻ ഇവിടെ വിജയിച്ചതെന്നും അതിനാൽ തന്നെ ആരുടെയും ഉപദേശം തനിക്ക് ആവശ്യമില്ലെന്നും മന്ത്രി. സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനി കാടാമ്പുഴയിൽ പോലീസിന്റെ പിടിയിൽ. വണ്ടൂരിൽ അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് കഞ്ചാവ് പൊതി കണ്ടെത്തി. മണ്ണാർക്കാട്ടെ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്ന SDPI പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി N ഷംസുദ്ദീൻ. 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് താൻ ഇവിടെ വിജയിച്ചതെന്നും അതിനാൽ തന്നെ ആരുടെയും ഉപദേശം തനിക്ക് ആവശ്യമില്ലെന്നും N ഷംസുദ്ദീൻ പറഞ്ഞു. മറുപടി അർഹിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. നോ കമന്റ്. ഞാനിപ്പോ മണ്ണാർക്കാട് ടൗണിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ നിന്ന് 4 ലക്ഷത്തിൽ പരം വോട്ടിന് ജയിച്ച ഒരു ജനപ്രതിനിധിയാണ്. അത് പ്രകാരം ഒരു ചുമതല പാർട്ടിയും മുന്നണിയൊക്കെ തന്ന് അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നതിനൊക്കെ മറുപടി പറയാന്ന് പറഞ്ഞതിലൊന്നും ഒരു അർത്ഥമില്ല. അവരാഗ്രഹിക്കുന്നത് അതിനൊക്കെ ഒരു മറുപടി കിട്ടുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവരൊക്കെ ഇവിടെ ജനവിധി തേടിയതാണല്ലോ. എന്താ ഉണ്ടായത്? ജനവിധിയാണ് പ്രധാനം. അല്ല, അതാ ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. PM ശ്രീ ഒപ്പിട്ടപ്പോ ഞങ്ങൾ ഇതിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ ഗവൺമെന്റ് വന്നിട്ട് പുതുതായി ഒന്നും ചെയ്തിട്ടില്ല. PM ശ്രീ ഒപ്പിട്ടപ്പോ, PM ശ്രീയുമായി സഹകരിച്ചപ്പോ, PM ശ്രീ ഒപ്പിടാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ അതൊക്കെ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്താ. ഞാൻ അസംബ്ലിയിൽ വിശദീകരിച്ചതാ. അന്നൊന്നും ഒരു പ്രതിഷേധവും ഇല്ലാത്ത ആളുകൾ ഇപ്പൊ വലിയ PM ശ്രീ വിരുദ്ധരാകുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് തുടർച്ചയാണ്. കേന്ദ്രത്തിലൊരു ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാനത്തൊരു ഗവൺമെന്റ് ഉണ്ട്. അതൊക്കെ തമ്മിൽ ചില റിലേഷൻസ് ഉണ്ട്, നിയമപരമായ ബന്ധങ്ങളുണ്ട്. അതൊക്കെ നോക്കി ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിനനുസരിച്ച് തന്നെ പോകുള്ളൂ. അതിനൊന്നും ആരുടെയും ഉപദേശം വേണ്ട. മനസ്സിലായില്ലേ? ഇതിലൊക്കെ ഒരു നിലപാട് സ്വീകരിക്കാൻ ഉപദേശം നമ്മൾ പുറത്തുനിന്ന് സ്വീകരിക്കണില്ല. നമുക്ക് തുടരേണ്ടത് തുടരുമല്ലോ. അതിനെന്താ തർക്കം? ഏത് ഗവൺമെന്റുകളായാലും നല്ലത് തുടരും. അതിലെന്താ? നല്ലത് പദ്ധതികൾ പല ഗവൺമെന്റുകളും തുടരാറുണ്ട്. ഗവൺമെന്റ് മാറിച്ചാൽ മാറില്ല. ഇവിടെ നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കണ്ട. അതായത് ഇതിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കിയ പ്രതിസന്ധികളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങിയ റോഡ് അണിച്ചിട്ടൊക്കെ പകുതി നിർത്തി പോവാ, അത് കഴിയില്ല. കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കിയ പ്രതിസന്ധി ഉണ്ട്. എന്താ പ്രതിസന്ധി? ഇതിൽ ഒപ്പിട്ടു, ബാക്കി ഒപ്പിടാൻ തയ്യാറാണെന്ന് അതിന് മാസങ്ങൾക്ക് മുമ്പ് അറിയിച്ചു. അങ്ങനെ എല്ലാ നടപടികളും തുടങ്ങി വെച്ചു കഴിഞ്ഞ ഗവൺമെന്റ്. അതാണ് ഞങ്ങളുടെ പ്രതിസന്ധി. ഞങ്ങളായിട്ട് പുതിയതൊന്നും ചെയ്തിട്ടില്ല. അത് ഒരു വശം. അത് ഇത്തരം സാങ്കേതിക നിയമപ്രശ്നങ്ങളുള്ള കാര്യത്തിൽ. മറ്റു ചില കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതിയും ഈ ഗവൺമെന്റ് വന്നാണ്ട് ഒഴിവാക്കുക, അങ്ങനെ ഒഴിവാക്കൂല. തുടരേണ്ട പദ്ധതികൾ, വിവിധ വകുപ്പുകളിലുള്ള പദ്ധതികൾ ഉണ്ടാവും. അതൊക്കെ അതേപോലെ കുറച്ച് അതിനേക്കാൾ ചിലപ്പോൾ ഊർജിതമായി തുടരും. എന്നാൽ ചില പദ്ധതികൾ ഒഴിവാക്കുകയും ചെയ്യും. വേണ്ട എന്ന് അതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. പക്ഷേ PM ശ്രീയുടെ കാര്യത്തിൽ അങ്ങനെ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം പോലും കഴിഞ്ഞ ഗവൺമെന്റ് ഇല്ലാതാക്കി. അവരതിൽ പോയി ഒപ്പിട്ടു, MO സൈൻ ചെയ്തു. ഒപ്പിട്ട MOയുടെ സ്ഥിതി എന്താ? പിൻവാങ്ങാൻ കേന്ദ്രത്തിന് മാത്രം അധികാരമുള്ള കരാറാണ് ഒപ്പിട്ട് കൊടുത്തത്. മനസ്സിലായില്ലേ? പിന്നെ ചില കാര്യത്തില് ഞങ്ങൾ പറയും പോലെ സംസാരിക്കണം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതൊന്നും തൽക്കാലം ഞങ്ങൾ കേട്ടോളന്നില്ലല്ലോ. ഞങ്ങൾ പറയും പോലെ സംസാരിക്കണം. അതൊന്നുമല്ല. അതൊക്കെ ജനാധിപത്യല്ലേന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ ഈ ജനാധിപത്യമൊക്കെ പരിശോധിച്ചിട്ടാ ഈ പറയുന്ന ആളുകൾക്കൊക്കെ എന്ത് പിന്തുണയുണ്ടെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിച്ചാൽ മതി. അതിലെന്താ സംശയം? CCN മണ്ണാർക്കാട്.
സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനി കാടാമ്പുഴയിൽ പോലീസിന്റെ പിടിയിലായി. കാടാമ്പുഴ സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിലുള്ള ആളാണ് പിടിയിലായ ജാബിർ. ഇയാൾക്കെതിരെ വളാഞ്ചേരി ഉൾപ്പെടെയുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 4ഓളം കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മേൽമുറി ഉരുളിയൻകുന്നത്ത് പുത്തൻപീടിയൽ വീട്ടിൽ ജാബിറിനെയാണ് ഇൻസ്പെക്ടർ VK ശ്രീകേഷ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 3 പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന ഏകദേശം 20 ഗ്രാം കഞ്ചാവും സ്ട്രോകളിൽ ഒളിപ്പിച്ച നിലയിൽ 160 മില്ലിഗ്രാം MDMAയും പോലീസ് പിടിച്ചെടുത്തു. കൂടാതെ കഞ്ചാവ് വിൽപ്പന നടത്തി ലഭിച്ചെന്ന് സംശയിക്കുന്ന 2500 രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിയിലായ ജാബിർ കാടാമ്പുഴ സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിലുള്ളയാളാണ്. പിടിയിലായ ജാബിർ ഇയാൾക്കെതിരെ വളാഞ്ചേരി ഉൾപ്പെടെയുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 4ഓളം കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ റെയ്ഡിലാണ് അറസ്റ്റ്. CCN മലപ്പുറം. മലപ്പുറം നഗരസഭ 23 കോടിയോളം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കടലുണ്ടിപ്പുഴയിലെ നാമ്പ്രാണി തടയണ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. തടയണകൾ നാടിന്റെ ജലക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. നമ്മളിപ്പോൾ ഗവൺമെൻറ് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മലപ്പുറം തലസ്ഥാന നഗരി നമുക്കറിയാം, ഈ ജില്ലയുടെ ആസ്ഥാനം. മറ്റു തലസ്ഥാനങ്ങളെ പോലെ അത്ര അങ്ങ് വികസിച്ചിട്ടില്ല. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഗവൺമെൻറ് ഇതൊരു പ്രോജക്റ്റാക്കി എടുത്ത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. മലപ്പുറം ഒരു ഏറ്റവും വികസിത തലസ്ഥാന നഗരിയാക്കി മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് എല്ലാ പ്ലാനും തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന കളക്ടർ ശ്രീ വിനോദ്, അദ്ദേഹത്തെ അതിനൊരു സ്പെഷ്യൽ ഓഫീസറാക്കി നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഈ ചൊവ്വാഴ്ച ഉള്ളതെന്ന് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളിയാഴ്ച മലപ്പുറം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഈ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ പരിസര പഞ്ചായത്തുകളും എല്ലാം ഉൾക്കൊള്ളുന്ന മഞ്ചേരി നിന്നിട്ടുള്ള റോഡും പെരിന്തൽമണ്ണ നിന്നിട്ടുള്ള റോഡും അതുപോലുള്ള റോഡുകളൊക്കെ കഴിയുമെങ്കിൽ കൂടുതൽ 4 വരിപ്പാത അങ്ങനെയുള്ള വലിയ റോഡുകളാക്കി മാറ്റി മലപ്പുറം നഗരത്തിൽ റവന്യൂ ടവറും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാറ്റി സ്ഥാപിക്കലും ബാക്കി ഒരുപാട് പ്രോജക്റ്റ് ഞാൻ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. ഇത്തരം പദ്ധതികൾ നാടിന്റെ മറ്റു വികസന പദ്ധതികൾക്ക് കരുത്തേകും. നിലവിലെ പൈപ്പ് ലൈനുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ ആവശ്യമായ പദ്ധതി കൊണ്ടുവരും. മലപ്പുറം നഗരത്തെ വികസിത ആസ്ഥാനമാക്കി മാറ്റും. മലപ്പുറം നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും കൂടുതൽ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മുൻപ് മലപ്പുറം നഗര വികസനത്തിന് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കും. മലപ്പുറത്തേക്ക് എത്തുന്ന എല്ലാ റോഡുകളും വികസിപ്പിക്കും. 4 വരി പാതയാക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള പദ്ധതി ഒരുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനിഷ അധ്യക്ഷയായി. കേന്ദ്ര നഗരസഞ്ചയനം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. യാന്ത്രികമായി പ്രവർത്തിക്കുന്ന 12 മീറ്റർ വീതിയുള്ള 3 ഷട്ടറുകളും 10 മീറ്റർ വീതിയുള്ള ഒരു ഷട്ടറും 6 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സ്ഥിരം തടയണയുമാണ് റെഗുലേറ്ററിലുള്ളത്. ചടങ്ങിൽ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹാരിസ് സാമിയാൻ സ്വാഗതം പറഞ്ഞു. പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ മുജീബ് കാടേരി, CH ജമീല എന്നിവർക്ക് നഗരസഭയുടെ ഉപഹാരം മന്ത്രി സമ്മാനിച്ചു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ശാന്തിതീരം പാർക്ക് പരിസരത്തു നിന്ന് തടയണയുടെ സമീപത്തെ തീരത്തേക്കുള്ള വേദി വരെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു. CCN മലപ്പുറം. അധികാരം ആർക്കെതിരെയും ദുരുപയോഗം ചെയ്യാവുന്ന ഒന്നല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും മന്ത്രി പറഞ്ഞു. ചെർപ്പശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു KM ഷാജി. താഴെത്തട്ടിലെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഹിതകരമല്ലാത്ത വിധം, പ്രയാസകരമായ വിധം വന്നു ഭവിച്ചു പോയാൽ അത് സമാധാനം പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നൊരു ബോധ്യം ഈ അധികാരം നമ്മളുടെ മുമ്പിലുള്ളിടത്തോളം ഒക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ഇങ്ങനെ സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത്. ഓരോ മനുഷ്യരുടെയും, സാധാരണക്കാരായ മനുഷ്യരുടെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള, ഇപ്പോഴൊക്കെ കുറേയൊക്കെ വന്നതിന് ശേഷം അധികാരം നമുക്ക് ആർക്കെതിരെയും ദുരുപയോഗം ചെയ്യാനുള്ള ഒരു ആയുധമല്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടുന്നൊരു പ്രശ്നമുണ്ട്. കുറേ കാലങ്ങളായി അധികാരത്തെ ദുരുപയോഗം ചെയ്ത് മനുഷ്യർക്ക് മേൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആരായാലും അവർക്കെതിരെ മുഖം നോക്കാതെ നിൽക്കുക എന്ന് പറയുന്നത് കൂടെ അധികാരത്തിലെ നമ്മളുടെ ബാധ്യത തന്നെയാണ്. അതുകൊണ്ട് 10 വർഷക്കാലം പുഴുക്കുത്തുകളായി കേരളത്തിലെ ജനങ്ങൾക്ക് മുകളിൽ
ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ആരായിരുന്നാലും അവരെ അത്തരം സ്ഥാനങ്ങളിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ഒരു ഉറപ്പ് ഞാനെല്ലാ സഹോദരന്മാർക്കും പറയാം. അതോടൊപ്പം അധികാരം കയ്യിൽ വന്നു എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൾബലമോ വെച്ച് പുലർത്തുന്നതിനേക്കാൾ കൂടുതൽ ഓരോരുത്തരും പഞ്ചായത്ത് മെമ്പർമാരായാലും കൗൺസിലർമാരായാലും അധികാര സ്ഥാനത്തിരിക്കുന്നവരായാലും അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായാലും ഒക്കെ സാധാരണ മനുഷ്യരോട് ഞങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന സർവീസിന്റെ റോളിലേക്കാണ് നമ്മൾ മാറ്റപ്പെട്ടത്. പാർട്ടി പ്രവർത്തകർ സ്തുതിപാഠക സംഘങ്ങളായി മാറരുതെന്നും ഒരു തിരുത്തൽ ശക്തിയായി മാറണമെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് പാർട്ടിയുടെ പ്രവർത്തകന്മാർ സ്തുതിപാഠക സംഘങ്ങളാവരുത്. തെറ്റ് കണ്ടാൽ ഔദ്യോഗികമായി അത് പറയേണ്ട ഇടത്ത് തെരുവിൽ വെച്ച് പറയുകയല്ല, ആക്ഷേപിക്കാൻ അവസരമായി എടുക്കുകയല്ല, പക്ഷെ അത് നേരെ പറയേണ്ടിടത്ത് പറഞ്ഞ് തിരുത്തിക്കാനുള്ള തിരുത്തൽ ശക്തിയായിട്ടാണ് ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടത്. അത് പ്രതിപക്ഷത്തിരിക്കുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം ഭരണപക്ഷത്തിരിക്കുമ്പോഴാണ്. അതല്ലാതെ അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി അവരുടെ മുമ്പിൽ സ്തുതിപാഠകരാവുകയല്ല നമ്മൾ ഓരോ പ്രവർത്തകന്മാരും ചെയ്യേണ്ടത്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരിൽ പലപ്പോഴും ഈ അധികാരത്തിൽ ഇരിക്കുന്നവന് കഴിഞ്ഞോണമെന്നുണ്ടാവില്ല. താഴെത്തട്ടിലുള്ള പ്രവർത്തകന്മാരാണ്. അവരാണ് വോട്ട് ചോദിച്ചത്, അവരാണ് വോട്ട് ചെയ്യിച്ചത്, അവരാണ് അധ്വാനിച്ചത്, അവരാണ് സാധാരണ പ്രവർത്തകന്മാരുമായി ബന്ധപ്പെടുന്നത്. അവർക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന ഇടപെടലുകളുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളെ പൊതുജനങ്ങൾക്ക് വിലയിരുത്താവുന്ന സംവിധാനം ഒരുക്കുമെന്നും ഓൺലൈൻ ഗ്രാമസഭ പരിഗണനയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സെക്രട്ടറിയോട് സംസാരിച്ചാൽ, അവിടുത്തെ ഓവർസിയറോട് സംസാരിച്ചാൽ, അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചാൽ, അവിടുത്തെ പ്രസിഡന്റിനോട് സംസാരിച്ചാൽ, ചെയർമാനോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന ഗുണം, നിങ്ങളുടെ ഫയലുകൾ എത്രയാണ് അവിടെ വെച്ച് താമസിപ്പിക്കുന്നത്, അത് സെക്രട്ടറിയാണോ നിങ്ങളോട് മോശമായി പെരുമാറിയത്, അതല്ല പ്രസിഡന്റാണോ, അതല്ലെങ്കിൽ വേറെ മെമ്പർമാരാണോ, അല്ലെങ്കിൽ JS ആണോ എന്നൊക്കെ അറിയാവുന്ന തരത്തിൽ അതിൻ്റെ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് തന്നെ നേരെ സർക്കാരിനോട് പറയാൻ കഴിയുന്ന തരത്തിൽ അതിനുള്ള പുതിയ ആധുനിക സംവിധാനങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ തീർച്ചയായിട്ടും വരും, മുനിസിപ്പാലിറ്റിയിൽ വരും. അങ്ങനെ ഒരു റേറ്റിംഗ് തിരുവനന്തപുരത്ത് ഇരുന്നാൽ അവിടെ വരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കിയാൽ തന്നെ ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ റേറ്റിംഗ് അയാൾക്ക് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് സാധിക്കും വിധത്തിലുള്ള പരിഷ്കാരങ്ങൾ പഞ്ചായത്തുകളിൽ വരും. പഞ്ചായത്ത് സാധാരണ മനുഷ്യരുടെ പൂർണ്ണാർത്ഥത്തിലുള്ള അഭയകേന്ദ്രമാക്കി, അവർക്ക് അവരുടെ ആശ്രയിക്കാവുന്ന ഒരു അഭയകേന്ദ്രമാക്കി അതിനെ മാറ്റും. നിയോജക മണ്ഡലം പ്രസിഡന്റ് P. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി PMA സലാം, മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KK അസീസ്, ജില്ലാ സെക്രട്ടറിമാരായ KT ജബ്ബാർ, മുജീബുദ്ദീൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി NK ബഷീർ, ട്രഷറർ രായൻ കീഴ്ശ്ശേരി എന്നിവർ പങ്കെടുത്തു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ബാബു പിലാത്തറയ്ക്കലും ജയനാസ് ബാബു ചേർന്നു. ലക്കിടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഹംസ, MSF വേണ്ടി മോസിൻ, എല്ലാ പഞ്ചായത്തിനു വേണ്ടി മോമൂട്ടിക. CCN ചെറുപ്പുളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മണലുമുറം തൊടുക്കാപ്പ് ഇക്കോ ടൂറിസത്തിന് സമീപം വ്യാപകമായ രീതിയിൽ ആശുപത്രി മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ, കാടിന്റെ ഉൾഭാഗത്തേക്ക് ചാക്കുകൾ കെട്ടിയ നിലയിൽ മരുന്നുകുപ്പികളും ഗുളികകളും അടങ്ങുന്ന മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ദേശീയപാതയോരത്തെ ഈ ഭാഗത്ത് മുൻപും സമാനമായ രീതിയിൽ മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട്. തച്ചനാട്ടുകര പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്ത് പുറത്തുനിന്നുള്ളവർ മാലിന്യം തള്ളുന്നത് തടയാൻ യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളോ CCTV ക്യാമറകളോ സ്ഥാപിച്ചിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. നിലവിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ മാലിന്യങ്ങൾക്കൊപ്പം കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലും കവറുകളിലും വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളരാൻ സാഹചര്യമാകുന്നുണ്ട്. വീടുകൾ തോറും കയറിയിറങ്ങി ബോധവൽക്കരണം നടത്തുന്ന ആരോഗ്യവകുപ്പ് അധികൃതർ പൊതുവഴിയിലെ ഈ ഗുരുതര സാഹചര്യം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ അരികിൽ നമ്മളെ തൊടുക്കാപ്പ് ഇക്കോ ടൂറിസത്തിൻ്റെ അടുത്ത് ഈ ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ കൊടുന്ന് തള്ളിയിട്ടുണ്ട്. അത് നമുക്ക് വളരെയധികം ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംഗതിയാണ്. അത് ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അവർ നാളെ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇത് വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇത് പല ഭാഗങ്ങളിലും ഈ ഹോസ്പിറ്റൽ മാലിന്യങ്ങളും അല്ലാത്തതും ഒക്കെ കൊണ്ടുവന്ന് തള്ളുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ വരണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഗുളികകൾ, ടാബ്ലറ്റ്സുകൾ, അതുപോലെ തന്നെ കുപ്പിമരുന്നുകൾ, ചില്ലിൻ്റെ കുപ്പികളൊക്കെ ഉള്ളതാണ്. അത് ഈ ചില്ല് പൊട്ടിയിട്ടുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളൊക്കെയാണ് അതിൽ ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് അതിന് വേണ്ട ഒരു പരിഹാരം ഇത് കാണണമെന്ന് പറയണം. പൊതുജനാരോഗ്യത്തിന് വൻ ഭീഷണി ഉയർത്തുന്ന ആശുപത്രി മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാരും വിനോദസഞ്ചാരികളും ഏറെ എത്തുന്ന ഇക്കോ ടൂറിസം പരിസരവും പൂർണ്ണമായും ശുചീകരിക്കണമെന്നും വിനോദസഞ്ചാരികളുടെ കൂട്ടായ്മയും ആവശ്യപ്പെട്ടു. വിജനമായ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നത് വൻ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പൊതുപ്രവർത്തകൻ ഫൈസൽ പാലോട് പറഞ്ഞു. CCN ചെത്തല്ലൂർ. കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിൽ കാഴ്ച പരിമിതിയുള്ളവർക്കായി ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ആദ്യമായാണ് കേരളത്തിൽ കാഴ്ച പരിമിതർക്കു വേണ്ടി ഈ കായിക ഇനത്തിൽ ഒരു ടൂർണമെന്റ് നടക്കുന്നത്. മാറ്റങ്ങൾ വരുത്തിയ ടേബിൾ ടെന്നീസ് കോർട്ടിലാണ് മത്സരം നടന്നത്. എല്ലാവരും നല്ല ഫോമിലാണ്. ഓക്കെ, പാലക്കാട് ജില്ലയിൽ ഭിന്നശേഷിയുള്ളവരുടെ കായിക രംഗത്തെ മികവിനായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടൻസ് സ്പോർട്സ് ക്ലബ്ബാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ടൂർണമെന്റ് ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ E രാജൻ അധ്യക്ഷനായി. സ്റ്റാർട്ടൻസ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി മഹേഷ്, ഹെലൻ കെല്ലർ സ്കൂൾ പ്രധാനാധ്യാപിക നോബിൾ മേരി എന്നിവർ സംസാരിച്ചു. ടൂർണമെന്റിൽ നവനീത് കൃഷ്ണൻ, മഹേഷ് എന്നിവരടങ്ങിയ ടീം 1ാം സ്ഥാനവും NK വിഷ്ണു, PK സുധീഷ് എന്നിവരുടെ ടീം 2ാം സ്ഥാനവും K സത്യശീലൻ, വിശാഖ് എന്നിവരുടെ ടീം 3ാം സ്ഥാനവും നേടി. CCN കടമ്പഴിപ്പുറം. കുവൈത്ത് കലാ ട്രസ്റ്റ് എല്ലാ വർഷവും നൽകി വരുന്ന കലാ ട്രസ്റ്റ് പുരസ്കാരത്തിന് നടൻ ഇന്ദ്രൻസ് അർഹനായി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ആഗസ്റ്റ് 3 പുരസ്കാരം സമ്മാനിക്കുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ AK ബാലൻ അറിയിച്ചു. ഈ വർഷത്തെ കുവൈത്ത് കലാ ട്രസ്റ്റ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത് സിനിമാ നടൻ ഇന്ദ്രൻസിനെയാണ്. 50,000 രൂപയുടെ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. അഭിനയ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ് പ്രിയപ്പെട്ട ഇന്ദ്രൻസ്. ഞാനിന്ന് രാവിലെ അദ്ദേഹത്തോട് വിളിച്ച് ഈ അവാർഡിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2019 കേന്ദ്ര ചലച്ചിത്ര പുരസ്കാരം, 2019 ഞാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയത്. ഏറ്റവും നല്ല നടൻ ആദ്യമായിട്ട് അന്നാണ് അദ്ദേഹത്തിന് നൽകിയത്. 2019 ഫിലിം ക്രിറ്റിക്സ് അവാർഡ്, 2022 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞങ്ങൾ ഈ SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികൾക്ക് 7,500 രൂപയുടെ എൻഡോമെന്റും ഷീൽഡും നൽകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 100 കുട്ടികൾക്കാണ് നൽകിയത്. തൃശ്ശൂരിൽ വെച്ചായിരുന്നു പരിപാടി. ഈ വർഷത്തെ കലാ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണം 2026 ഓഗസ്റ്റ് 3 കണ്ണൂരിൽ വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ഞാൻ ഈ ട്രസ്റ്റിന്റെ ചെയർമാനാണ്. ഞാൻ ഈ സുദർശന കളത്തിൽ സെക്രട്ടറി, കുവൈത്ത് കലാ ട്രസ്റ്റിന്റെ സെക്രട്ടറിയുമാണ്. AKJ സെന്ററിലെ ബിജു കണ്ടക്കയാണ് കുവൈത്ത് കലാ ട്രസ്റ്റിന്റെ ട്രഷറർ. ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. CCN പാലക്കാട്. അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് കഞ്ചാവ് പൊതി കണ്ടെത്തി. വണ്ടൂർ കുറ്റിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡരികിൽ ബസ് കാത്തു നിൽക്കുന്നവർക്കിടയിലേക്കും തൊട്ടടുത്ത കടയുടെ വരാന്തയിലേക്കുമാണ് പാഞ്ഞു കയറിയത്. അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു.
നാട്ടുകാർ ഓട്ടോറിക്ഷ പരിശോധിച്ചപ്പോഴാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കഞ്ചാവ് പൊതി കണ്ടെത്തിയത്. പോലീസ് എത്തി വാഹനമോടിച്ച വാണിയമ്പലം സ്വദേശി നെച്ചിക്കോടൻ നിവാർ എന്നയാളെ കസ്റ്റഡിയിലെടുത്തു. വാണിയമ്പലം ഭാഗത്തുനിന്ന് യാത്രക്കാരുമായി വരികയായിരുന്നു ഓട്ടോറിക്ഷ. സ്കൂട്ടിയിൽ തട്ടിയാണ് കടയുടെ വരാന്തയിലേക്ക് ഇടിച്ചു കയറിയത്. ബസ് കാത്തു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. അമ്മയുടെ കൈപിടിച്ചു നിന്നിരുന്ന വിദ്യാർത്ഥിനി ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കുട്ടിയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റതിനാൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. അധികാരം ആർക്കെതിരെയും ദുരുപയോഗം ചെയ്യാവുന്ന ഒന്നല്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും മന്ത്രി. ചെർപ്പശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണാർക്കാട്ടെ മണ്ണിൽ കാലുകുത്തിക്കില്ല എന്ന SDP പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി N ഷംസുദ്ദീൻ. 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് താൻ ഇവിടെ വിജയിച്ചതെന്നും അതിനാൽ തന്നെ ആരുടെയും ഉപദേശം തനിക്ക് ആവശ്യമില്ലെന്നും മന്ത്രി. സ്കൂൾ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനി കാടാമ്പുഴയിൽ പോലീസിന്റെ പിടിയിൽ. വണ്ടൂരിൽ അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് കഞ്ചാവ് പൊതി കണ്ടെത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.